കമ്പമട്ട് സിഐക്കെതിരെ വീണ്ടും ആരോപണം. സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക CPM നേതാവിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നതായാണ് ആക്ഷേപം. കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറെ കമ്പമട്ട് CI ഷമീർ ഖാൻ അകാരണമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പുതിയ ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ സംബന്ധിച്ച് പണം നഷ്ടപ്പെട്ടവർ നൽകുന്ന പരാതികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. സീഡിന്റെ കരുണാപുരം പഞ്ചായത്തിലെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വന്നിരുന്നത് CPM ലോക്കൽ സെക്രട്ടറിയായ വ്യക്തിയാണ്. ഇയാളുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ഉറപ്പിലാണ് പലരും പണം നിക്ഷേപിച്ചത്. ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും കമ്പമട്ട് പോലീസ് പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പണം നഷ്ടമായവർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒത്തുചേർന്നു. CPIM-ന്റെ കൂട്ടാർ ലോക്കൽ സെക്രട്ടറിയായ PP സുശീലൻ അഡ്വാൻസ് ചെയ്ത് ഈ കമ്പമട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു പരാതി കൊടുത്തു അനന്തു കൃഷ്ണനെതിരെ. അതുകൊണ്ട് നിങ്ങൾ ആരും കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞ് ആളുകളെ വിലക്കിയിരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 15ഓളം ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ കമ്പമട്ട് CI വളരെ തിരക്കിലായിരുന്നു. ഞങ്ങൾ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തോട് സ്റ്റേഷന്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, സാർ ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, ഇതുപോലെ ആളുകൾക്ക് പരാതിയായിട്ട് വന്നതാണ്, കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഇത് മുമ്പ് കൊടുത്തിട്ടുള്ള കേസുകളെല്ലാം PP സുശീലൻ കൊടുത്ത്, അതായത് പ്രതി കൊടുത്ത കേസിനോടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് PP സുശീലിനെതിരെ കേസെടുക്കണം, മുഖ്യപ്രതി ആയിക്കൊണ്ട് കേസെടുക്കണം. അതിന് കാരണമുണ്ട്. ഈ കാണുന്ന ജനങ്ങള്, ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസകള്, കൂലിപ്പണിക്ക് പോയി ഉണ്ടാക്കിയ പൈസകള്, പലിശയ്ക്ക് മേടിച്ച പൈസകള്, ഇവര് ഈ പൈസയാണ് സുശീലിന്റെ അടുക്കൽ അടച്ചത്. പ്രൊമോട്ടർമാർ വഴി ഇവരടച്ചത്. അപ്പോൾ ഈ പൈസകള് സഹകരണ ബാങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് അടച്ചതുണ്ട്, ഇവരുടെ കൈകളിലേക്ക് അടച്ചതുണ്ട്. അതോടൊപ്പം തന്നെ HDFC ബാങ്കിൽ ഒരു കുര്യന്റെ പേർക്ക് സഹകരണ ബാങ്കിൽ നിന്ന് കൊടുത്തതുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഇത് ഞങ്ങൾ സംശയിക്കുന്നത്, എന്നോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഇവരെല്ലാവരും സംശയിക്കുന്നത്, സുശീലൻ ഇതിന്റെ അതൊന്ന് നല്ല ഒരു തുക അടിച്ചു മാറ്റിയിട്ടുണ്ട്. സീഡ് സൊസൈറ്റിയുടെ തട്ടിപ്പിൽ ഏറ്റവുമധികം പണനഷ്ടമായ മേഖലകളിലൊന്നാണ് കരുണാപുരം അടക്കമുള്ള നെടുങ്കണ്ടം ബ്ലോക്കിലെ വിവിധ മേഖലകൾ. ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ഉറപ്പിലായിരുന്നു പലരും പണം നിക്ഷേപിച്ചത്. ബൈറ്റ്. CPM പ്രാദേശിക നേതാവായ PP സുശീലൻ ഉൾപ്പെടെ പദ്ധതിക്ക് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും പരാതി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമര പരിപാടികളിലേക്ക് കടക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.